ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് കോൺ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് കോൺ കബാബ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. 2 ചോളം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ചോളം എടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വെറുതെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരുപാട് അങ്ങനെ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്. 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇപ്പം നമുക്ക് ആദ്യമേ ഈ കോണ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. അരഞ്ഞ് പേസ്റ്റായി പോവരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇത് 1 തവണയായിട്ടോ 2 തവണയായിട്ടോ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, കണ്ട് ഇതുപോലെ. അപ്പം അവളുടെയൊക്കെ ഒരെണ്ണം ചതയാത്തത് മുഴുവനായിട്ടും അങ്ങനെയൊക്കെയുണ്ട്, അത് കുഴപ്പമില്ല. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ 3 ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ കുറച്ചൊരു പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു ഫ്ലേവറിന് ഒരു 3-4 ഇല. അധികം പുതിനയില വേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം മതി. എന്നാൽ മല്ലിയില കുറച്ചുകൂടി കൂടിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള. അപ്പോൾ ഇത്ര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിനയില, സവോള. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രിസ്പി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണൊക്കെ കടലമാവ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂണൊക്കെ വരെ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ വലിപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയാണ്. ഒരെണ്ണം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 2 ബ്രെഡ് പൊടിച്ചതാണ്, ബ്രെഡ് ക്രംസ് ആയാലും മതി. അപ്പോൾ ഇതിലധികമുള്ള ജലാംശമൊക്കെ ബ്രെഡൊക്കെ അങ്ങ് വലിച്ചെടുക്കും. ഇനി ഇത് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴയ്ക്കുമ്പോൾ വെള്ളമയം കൂടുതലുണ്ടോ എന്ന് തോന്നിയാൽ ബ്രെഡ് ക്രംസ് തന്നെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് കാണിച്ചു. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഒരു കട്ടിക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേനും ഇതൊന്നുകൂടെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ നമുക്കിത് ഷേപ്പാക്കി എടുക്കാനായിട്ടും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി ഞാനിത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ആദ്യമേ കയ്യിൽ നന്നായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്നൊരു ചെറിയ പോർഷനാക്കി ഇതുപോലെ എടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലെയുള്ള ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കാം. അല്ല, ഇതുപോലെയുള്ള സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തയ്യാറാക്കാം. ഇപ്പോൾ സ്റ്റിക്കൊന്നും കയ്യിലില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് വറുത്തെടുക്കാം. ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു ഭംഗി, എന്തെങ്കിലും ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് ഒരു ഭംഗിയൊക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് തയ്യാറാക്കാം. ഇതുപോലെ ഇതുപോലെ വേണമെങ്കിലും തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തയ്യാറാക്കി എടുക്കാം. സ്റ്റിക്കില്ല എങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായോ എന്നറിയാൻ ഒരല്പം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ല, ഇതുപോലെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കൈ പൊള്ളരുത്. തീ ഒന്ന് കുറച്ച് വെക്കാം. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ പച്ചയായിട്ടല്ല അതിൻ്റെ പുറത്തിരിക്കുന്നത്, നമ്മൾ പെട്ടെന്ന് തവിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. ഇനി മൊരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഈ കളറിൽ ആയി കിട്ടിയാൽ മതി. ഇതൊട്ടും പൊടിഞ്ഞൊന്നും പോകത്തില്ല. കണ്ടോ, എണ്ണ കണ്ടോ, ക്ലിയർ ആയിട്ടിരിക്കുന്നു. ഈ ഒരു കളറിൽ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന
കിഡിലെ സ്വീറ്റ് കോൺ കബാബ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു കിഡ് സ്പെഷ്യൽ എന്ന് പറയുന്നില്ല, കാരണം വലിയ ആൾക്കാർക്കും വളരെ നന്നായിട്ട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള ഐറ്റമൊക്കെ വെച്ച് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതിനു മുമ്പേ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.